നമസ്കാരം. സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉരുളൻകിഴങ്ങ് കൊണ്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 400 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 3 ഇഞ്ച് നീളത്തിലും 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുപ്പത്തൊരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുക. വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ 2 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി. ഈ പൊട്ടാറ്റോ 2 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സെമി തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഈ ബാറ്ററിൽ നല്ലപോലെ കോട്ട് ചെയ്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഈ പൊട്ടാറ്റോസ് എല്ലാം നമുക്ക് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ എല്ലാം കോരിയെടുത്തിട്ട് അതിലെ എണ്ണ എല്ലാം ഡ്രൈ ചെയ്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ പൊട്ടാറ്റയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്തൊരു പാൻ വെക്കാം. പാൻ ചൂടായാലും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായാലും ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, അതേപോലെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുക. മല്ലിച്ചപ്പിൻ്റെ തണ്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂണ്. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഈ 2 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഏകദേശം 12 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കുക. 3-4 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടേബിൾ സ്പൂൺ schezwan സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റാണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. ആ 1 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. 1 ഒനിയനും കൂടി കട്ട് ചെയ്തിട്ട് ചേർക്കുക. സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുക. വീണ്ടും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്യുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പ് അരിയും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്ക് ചെറിയൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 100 മില്ലി വാട്ടറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആ മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലവർ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സോസൊക്കെ ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. കോൺഫ്ലവർ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ചേർക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഈ സോസെല്ലാം പൊട്ടാറ്റോയിൽ നല്ലപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് 1 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഞാനിത് കുക്ക് ചെയ്ത സമയത്ത് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയൊക്കെ ആസ്വദിച്ചിട്ട് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര വൈബാണ് കേട്ടോ. ഈ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ചില്ലി പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.
ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.